ഞങ്ങളെ ചെറിയൊരു ട്രിപ്പ് പോവുക കേട്ടോ. ഞങ്ങൾ കുടുംബശ്രീയിലെ ലേഡീസും അവരുടെ മക്കളുമായിട്ട് ചെറിയൊരു ട്രിപ്പ് മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ഒന്ന് കറങ്ങി വരാനായിട്ട് പോവുകയാണേ. കുറേ നാളത്തെ ഞങ്ങൾ ആഗ്രഹമായിരുന്നു കേട്ടോ, ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ടൊരു ട്രിപ്പ് പോകണം എന്നുള്ളത്. എല്ലാവരും കോഴിക്കോടൊക്കെ കണ്ടതാണ്, കറങ്ങിയതൊക്കെയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ ഒറ്റയ്ക്ക് ലേഡീസ് മാത്രം, ആണുങ്ങളാരും ഇല്ലാതെ പോകണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ അന്നാണ് ഞങ്ങളിത് തീരുമാനം എടുത്തത്, പോവല്ലേ എന്നുള്ളത്. അപ്പോൾ പോകാനായി. അപ്പോൾ കോഴിക്കോടാണ് ആദ്യം തിരഞ്ഞെടുത്തത്. ആദ്യം അടുത്ത സ്ഥലം തന്നെ പോയി നോക്കാം, എന്നിട്ട് അതിൻ്റെ മട്ട അനുസരിച്ച് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റാലോ പിന്നെ പോകണത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കോഴിക്കോടേക്ക് ആക്കിയത് കേട്ടോ. ഏതായാലും വിചാരിച്ച പോലെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാതെ ഞങ്ങൾ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ചാലിയത്താട്ടോ പോയത്. ചാലിയത്ത് പോയിട്ട് ജങ്കാറ് വഴി ബേപ്പൂര് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ചാലിയത്ത് ഫിഷ് ബോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി കാണില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കാണാൻ പോയതാണ് ഞങ്ങൾ. അപ്പോൾ റോഡ് നിറച്ച് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ബേപ്പൂരേക്ക് പോകുന്നതിന് മുന്നേ അവിടെ എന്തൊക്കെയോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആദ്യം തന്നെ ചാലിയത്ത് പോയി, ചാലിയത്ത് നിന്ന് ജങ്കാറ് വഴി ബേപ്പൂരിക്ക് അങ്ങനെ പോയതാണ്. അപ്പോൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയി മത്തിമീനായിരുന്നു അവിടെ. ആരും വാങ്ങിയതൊന്നുമില്ല. ചെമ്മീനാണെങ്കിൽ ഒരു കൈ നോക്കണം എന്നൊക്കെ വിചാരിച്ച് പോയതായിരുന്നു. പക്ഷെ മത്തി ആയതുകൊണ്ട് ആരും വാങ്ങിയതൊന്നുമില്ല. വാങ്ങിയിട്ടും കാര്യമൊന്നുമില്ല. ഞങ്ങൾ രാവിലെ തന്നെയാണ് അവിടെ എത്തിയത്. ഇപ്പോൾ രാത്രിയാവില്ലേ തിരിച്ചെത്താൻ. അപ്പോൾ അതുവരെ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആകെ കേട് വരില്ലേ എന്നുള്ളതിൽ ആരും വാങ്ങിയതൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടുന്ന് കണ്ടിട്ട് ജങ്കാറിൽ കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ജങ്കാറിൽ എല്ലാവരും കയറി. പലരും എക്സൈറ്റ്മെൻറ്റിലാണ്. കുട്ടികൾക്കൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു. വലിയവരൊക്കെ ഇതിൻ്റെ മുന്നേ കയറിയവരുണ്ട്, കയറാത്തവരുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ബേപ്പൂർ ജങ്കാറൊക്കെ ഇറങ്ങിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസായിട്ട് പറഞ്ഞു അവിടെ ഷിപ്പ് ഉണ്ട്, അവിടെ കയറി നോക്കാം, കാണുന്നവർക്ക് കാണാം, പാസ്സൊന്നും ആവശ്യമില്ല, എല്ലാവർക്കും കയറി കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് അവിടെയെല്ലാം കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഷിപ്പിൻ്റെ ഉള്ളിലൊക്കെ കയറി കണ്ടു. യുദ്ധക്കപ്പലായിരുന്നു അത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചതാണ്. എല്ലാവരും 2 ഉണ്ടായിരുന്നു. അതിൽ ഒന്നിൽ ഞങ്ങളെല്ലാവരും കയറി കണ്ടു. അപ്പുറത്തൊന്നുണ്ട്, അവിടെ ഇതേപോലെ ടൂറിസ്റ്റ് വന്ന് കയറണം കാണണമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കണ്ട് ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. തിരിച്ച് ഞങ്ങൾ പോയത് ലുലു മാളിലേക്കാണ് കേട്ടോ, കോഴിക്കോട്. ലുലു മാളിൽ ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. എല്ലാവരും കുട്ടികളൊക്കെ പല രീതിയിൽ പല ഭാഗത്തേക്ക് സ്പ്രെഡായിട്ട് പോയി. അപ്പോൾ കുറേ നേരം ഞങ്ങളങ്ങനെ അവിടെയൊക്കെ ചിലവഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുപ്പ് തന്നെയായിരുന്നു കേട്ടോ. പല പോസിൽ പല സ്ഥലങ്ങളിൽ നിന്നിട്ട് ഫുൾ ഫോട്ടോ എടുപ്പായിരുന്നു.
എല്ലാവരും ഫോട്ടോസൊന്നും ആഡ് ചെയ്തിട്ടില്ല, കുറച്ചധികം ഫോട്ടോസ് തന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഡാൻസും കളിയൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിൽ. ഇനി ഞങ്ങൾ പോകുന്നത് പ്ലാനറ്റേറിയത്തിലേക്കാട്ടോ. അപ്പോൾ അവിടെ 2:30-ക്കാണ് ഷോ തുടങ്ങുക. അപ്പോൾ 1:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ സെറ്റ് ആവേണ്ടതായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഫുഡ് കഴിക്കാൻ കേട്ടോ. ബിരിയാണി ഞങ്ങൾ ഇവിടുന്ന് വെച്ച് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് 3D ഷോയും പ്ലാനറ്റേറിയം ഷോയും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഫുൾ കുട്ടികൾ പാർക്കിൽ കളിക്കലും ഇതൊക്കെ തുടങ്ങി കേട്ടോ. അവിടെ കുറച്ചധികം നേരം തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കളിച്ച് നല്ല ഉഷാറായി. കുട്ടികൾക്ക് അവിടെ എത്തിയപ്പോൾ നല്ല ഹാപ്പി മൂഡായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ്. പിന്നെ പ്ലാനറ്റേറിയത്തിൽ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് ബീച്ചിലോട്ടാട്ടോ. അപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ എല്ലാ അക്വേറിയത്തിലോടും അക്വേറിയം കാണാൻ വേണ്ടിയിട്ടും കയറി കേട്ടോ. അപ്പോൾ അവിടുത്തെ ഈ കാഴ്ച നല്ല വാട്ടർ ഡാൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റും കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രി നല്ല അതിലേറെ ഭംഗിയിൽ കാണാമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇരുട്ടാവണേൻ്റെ മുന്നേ തന്നെ ആദ്യം പോയപ്പോൾ തന്നെ അവിടെ കയറി. പക്ഷെ പോരുമ്പോൾ കയറിയാൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നി കേട്ടോ. അപ്പോൾ അവിടുന്ന് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അക്വേറിയം ഫുൾ മീനുകളും കാര്യങ്ങളും നല്ല ഭംഗി, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലോട്ടാട്ടോ പോയത്. അവിടെ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഫോട്ടോ എടുക്കലും ചായ കുടി ഐസ്ക്രീം അങ്ങനെ പലരും പല ഐറ്റംസ് വാങ്ങി കഴിക്കലൊക്കെ ആയിരുന്നു. പിന്നെ രാത്രി ഒരു 7 മണിയോടുകൂടി ഞങ്ങൾ അവിടുന്ന് വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ അരീക്കോട് എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ രാത്രിക്കുള്ള ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡ് കാരണം കനത്തിലൊന്നും ആർക്കും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. ഒരു 10 മണിയോട് കൂടെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു, പോയി വന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അധികം സന്തോഷമായിട്ടോ.